കേരളം കടുത്ത വേനൽ ചൂടിലാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ ചൂടിലും. പാലക്കാട് ആര് ജയിക്കും? കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് പാലക്കാട് മണ്ഡലമാണ്. കേരളം ഉറ്റുനോക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലേക്കാണ്. പാലക്കാട് LDF സ്ഥാനാർത്ഥി സഖാവ് NMR പ്രസാദ്, അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി സിനിമാ താരം രമേശ് പിഷാരടി, അതുപോലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കരുത്തനായ സ്ഥാനാർത്ഥികളാണ്. കേരളം ഉറ്റുനോക്കുന്നത് പാലക്കാട്ടേക്കാണ്. ആര് ജയിക്കും എന്നുള്ളതാണ്. ഇവിടെ UDFും NDAയും തമ്മിൽ ഒരു ഡീലാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജയിച്ച മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഉച്ചരിക്കുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പാലക്കാട്ടുകാരിൽ നിന്നും മാഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ UDF പാരമ്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട്ട് ഇല്ലാഞ്ഞിട്ടാണോ സിനിമാ താരം പിഷാരടിയെ പാലക്കാട് നിർത്തിയിരിക്കുന്നത്? പാലക്കാട് സിനിമാ താരങ്ങളെ നിർത്തി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസും BJPയും തമ്മിലൊരു ഡീലാണെന്ന്. അവിടെ ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് NDA ആണ്. അത്തരത്തിൽ വരുമ്പോൾ ശോഭാ സുരേന്ദ്രന് ജയിക്കാൻ കുറച്ചുകൂടെ ഈസി ആകും എന്നുള്ളതാണ് അവർ കരുതുന്നതും അതുമാതിരി കോൺഗ്രസ് കരുതുന്നതും. കോൺഗ്രസിന്റെ വോട്ട് BJPയിലേക്ക് പോയാൽ ഉറപ്പായും BJPക്ക് ജയിക്കാമെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ അവിടെ സഖാവ് NMR റസാഖിക്ക അത്ര മോശമല്ല. അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് റസാഖിക്ക. തീർച്ചയായും പാലക്കാട് മണ്ഡലത്തിൽ റസാഖിക്ക പറന്നെത്തും. ഉറപ്പായും ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മറന്നിരിക്കുന്നു പാലക്കാട്. റസാഖിക്ക നല്ലൊരു പ്രവർത്തകനും LDFന്റെ നല്ലൊരു സാരഥിയും കൂടിയാണ്. ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് സഖാവ് റസാഖിക്ക. ഇത്തവണ LDFന്റെ കൈകളിൽ ഭദ്രമാണ് പാലക്കാട്.